ഇരുവർ ഒരു പ്രോഗ്രാം ചെയ്തില്ലേ, പിന്നെ മോഹൻലാലും മുഖ്യമന്ത്രി, അതൊക്കെ ഒരു PR വർക്കിന്റെ ഭാഗം തന്നെയായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതൊരു PR വർക്ക് തന്നെയാണ്. അതിൽ മോഹൻലാൽ പ്രതിഫലം വാങ്ങിയോ, എത്ര രൂപ പ്രതിഫലം വാങ്ങി, അതോ വാങ്ങാതെ സൗജന്യമായി ആണോ അദ്ദേഹം ചെയ്തു കൊടുത്തത്, ഇതൊന്നും പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ മോഹൻലാൽ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ലാതെ മോഹൻലാലിന് ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടും രാഷ്ട്രീയ നയങ്ങളോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടും അന്ധമായ ആരാധന മൂത്ത് മോഹൻലാൽ നേരെ പിണറായി വിജയന്റെ ഓഫീസിൽ വിളിച്ച് എനിക്ക് അദ്ദേഹവുമായി ഒരു അഭിമുഖം ചെയ്യണം എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യുവാനുള്ള സാധ്യതയേയില്ല. മോഹൻലാലിനെ ഒന്നെങ്കിൽ സർക്കാരിന്റെ PRD, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങോട്ട് സമീപിച്ച്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ. കാരണം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നത് 3.5 കോടി മലയാളിക്കും, ഞാൻ ഇടയ്ക്ക് തമാശയായിട്ട് പറയാറുള്ളത് 3.5 കോടി മലയാളികളിൽ മമ്മൂട്ടി പോലും മോഹൻലാലിന്റെ ഫാനാണ് എന്നുള്ളത്. 3.5 കോടി മലയാളികളുടെയും ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയൊരു നടനാണ് മോഹൻലാൽ. ആ നടന്റെ താരപ്രഭയെ കൂടി പ്രയോജനപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ പിണറായിക്ക് നേട്ടം കൊയ്യുവാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഇരുവർ. പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത്. മോഹൻലാൽ എന്ന താരത്തോട് അതിന് ഈ ഇരുവർ എന്നുള്ള അഭിമുഖത്തെ ചൊല്ലി ഒരു സ്നേഹമോ വിദ്വേഷമോ തോന്നേണ്ട കാര്യം നമുക്കില്ല. കാരണം അദ്ദേഹം ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ജോലി അവിടെ ചെയ്തു. നടൻ എന്നുള്ള രീതിയിലാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയാം. നടൻ അവിടെ മാത്രമല്ല, അദ്ദേഹം പരസ്യങ്ങളിൽ അഭിനയിക്കാറുണ്ട്. ഇതും അതുപോലൊരു പരസ്യ ചിത്രമായിട്ട് മാത്രം കാണേണ്ട കാര്യമേ ഉള്ളൂ. എന്നാൽ ശ്രീ പിണറായി വിജയൻ പറയുന്ന കാര്യത്തിൽ കാമ്പും കഴമ്പും ഉണ്ടോ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ഇരുവരിൽ കാമ്പും കഴമ്പും ഒന്നും എനിക്ക് വ്യക്തിപരമായി കാണുവാൻ സാധിച്ചില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതുപോലെ തന്നെ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദി സിനിമാ താരം അക്ഷയ് കുമാർ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ട് ഇത്തരത്തിലൊരു അഭിമുഖം നടത്തിയിരുന്നു. അപ്പോൾ ആ അഭിമുഖത്തെ സംബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് പ്രത്യേകിച്ച്. കാരണം ആ അഭിമുഖത്തിൽ അക്ഷയ് കുമാർ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ പ്രധാനമന്ത്രിക്ക് മാമ്പഴം കഴിക്കുന്നത് ഇഷ്ടമാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഈ കാമ്പും കഴമ്പും തേടുമ്പോൾ ആ അഭിമുഖത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യം പോലും അക്ഷയ് കുമാർ ചോദിച്ചിരുന്നില്ല. എന്നാൽ ഈ കാമ്പുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യം അക്ഷയ് കുമാർ ചോദിക്കാത്തത് കൊണ്ട് തന്നെ BJPക്ക് അത് ആ രാഷ്ട്രീയ പ്രചരണ ആയുധമായിട്ട് ആ അഭിമുഖം ഉപയോഗിക്കാനും സാധിച്ചില്ല. എന്നാൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം BJPയിലുള്ള പലരും അത് വിട്ടുപോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കാമ്പ് തിരയുന്നവർക്ക് കൃത്യമായിട്ട് കാമ്പ് കിട്ടുന്ന കാര്യങ്ങളുള്ള അഭിമുഖങ്ങൾ ഇത് നടക്കാറുണ്ട്. അത് പരസ്യ പ്രചാരണത്തിനായിട്ട് അവർ PR വർക്കായിട്ട് എടുക്കുന്നതാണെങ്കിൽ പോലും.